നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീം ഇന്ന് ക്രൊയേഷ്യക്കെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് കാർലോ അഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു എൻട്രിക്കിൻ്റെ കാര്യം, കായോ ഹോർഗയുടെ കാര്യം, മാത്യൂസ് പെരീരയുടെ കാര്യം, ഇവരൊക്കെ പരിഗണിക്കുന്നുണ്ടോ, വേൾഡ് കപ്പിന് പോകുമോ? കോച്ചിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു, എൻട്രിക്കിൻ്റെ കാര്യം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ അവനെ സെൻട്രൽ സ്ട്രൈക്കറായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ ക്ലബ്ബിൽ കൂടുതലായിട്ട് കളിക്കുന്നത് വിങ്ങിലാണ്. കുറച്ചുകൂടി ഡിഫെൻസീവായിട്ടുള്ള ആക്ഷൻസ് കൂടി ആവശ്യമാണ് അവിടെ കളിക്കും. പക്ഷേ അവൻ നന്നായിട്ട് ആ പൊസിഷനിലും കളിക്കുന്നുണ്ട്. സോ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ വളരെ നല്ല പ്രോഗ്രസ് ആണ് ഞങ്ങൾ കാണുന്നത്. എൻട്രിക്ക് മറ്റു പല താരങ്ങളെപ്പോലെ തന്നെയും ബ്രസീൽ ടീമിൻ്റെ ഭാവിയാണ്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യുവതാരങ്ങളുണ്ട് ഭാവിയിലേക്ക് വെക്കാവുന്നവർ. എൻട്രിക്ക്, റയാന്, ഇഗോർ തിയാഗോ, വെസ്ലി, തീർച്ചയായിട്ടും ബ്രസീൽ ടീമിൻ്റെ ഭാവി വെൽ കവേർഡാണ്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, എന്താണ് കായോ ഹോർഗയുടെയും മാത്യൂസ് പെരീരയുടെയും കാര്യം? കഴിഞ്ഞ സീസണിൽ ബ്രസീലിയറോ സീരിയയിൽ പൊളിച്ചടുക്കിയ കായോ ഹോർഗെ, അതുപോലെ മാത്യൂസ് പെരീര, ഇവരെ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി, ദേ ആർ നോട്ട് ഓഫ് ദി ലിസ്റ്റ്. അവർ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. വേൾഡ് കപ്പിന് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ അവരുണ്ട്. കായോ ഹോർഗയും മാത്യൂസ് പെരീരയും കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഇപ്പോൾ ഇതൊരു പുതിയ സീസണിൻ്റെ തുടക്കമല്ലേ, നമ്മളും അങ്ങനെ തന്നെ ടീമിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അവർ നമ്മുടെ പരിഗണനയിലുണ്ട് എന്നാണ് കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.